Tonight, close my eyes, I see your light. The skies, they speak at night. Tell me I need you by my side. My insides don't hide from you. Your wide eyes still like the view. I can't fight what's right to do. All this chemistry, that's me and you. Me and you. That's me and you. Me and you. All this chemistry, that's me and you. Don't know why we feel this way, but why should we complain? The clouds and rays look so arranged. They were made for us to gaze. Hold my hands, I touch your face. I'll keep you near if you keep me safe. You say you care, I feel the same. You made your mark on me, and that's not hard to see. My insides don't hide from you. Your wide eyes still like the view. I can't fight what's right to do. All this chemistry, that's me and you. Me and you. That's me and you. Me and you. All this chemistry, that's me and you. കൺകളിലായിരം കനവുകൾ തെളിയവേ മൊഴികളിലായി ചൊല്ലുമോ പതിയെ നീ. ചെന്താമരച്ചുണ്ടിൽ വിരിയും നല്ലോമൽ ചിരിയിൽ ഞാനറിയുകയായിത പറയാത്തൊരി പ്രണയം. കൺകൾ
പോലെ എന്നിലെ നിറമാർന്നു നിന്ന നിലവുകളിൽ വിലോലം നീ പയ്യെ പെയ്യാമോ? ചെന്താമരച്ചുണ്ടിൽ വിരിയും നല്ലോമൽ ചിരിയിൽ ഞാനറിയുകയായിത് പറയാത്ത സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിന്റെ ദാസിയെ ബിൻസിയെ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മകൾക്ക് അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുത്ത് തന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസ്ഹാക്കിനെയും യാക്കോബിനെയും റബേക്കയും ആശീർവദിച്ച് തൻ്റെ അവകാശമാക്കിയ കർത്താവെ, നിന്റെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിപ്പിക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ട ഇവരെ സമാധാനത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവിന്റെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാടിപ്പുകഴ്ത്തുവാൻ, അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ വർണ്ണിക്കുവാൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിന്റെ ദാസരായ അബ്രഹാത്തിന്റെ ദാസന്തതികളെ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ മക്കളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധിയിൽ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടിയും ഇസ്ഹാക്കിനോട് ചെയ്ത ശപഥവും അവിടുന്ന് മറന്നുപോയിട്ടില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളെ കർത്താവായ ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുകയും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതദായകവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലം പണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൾ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യയെ വിളിച്ചു. ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ തമ്മിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു.
റഘുവേൽ തന്റെ ഭാര്യ യജ്ഞയെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞ് ധൈര്യമായിരിക്കുക, ദൈവത്തിന്റെ ഭൂമിയുടെ കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും, ധൈര്യം അവലംബിക്കൂ. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് കർത്താവെ അങ്ങയുടെ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ പോകുന്ന നിന്റെ ദാസരായ ബിൻസി, ജോബി എന്നിവരുടെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ കുടുംബജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസരുടെ ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിലും നിന്ന് അവരെ സംരക്ഷിച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സ്ലീഹന്മാരും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ കുടുംബ ജീവിതത്തിൽ അവർ വിജയം വരിക്കുവാൻ തന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചു സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് അങ്ങേ നന്നല്ല, അവന് ചേർന്ന ഇടയെ ഞാൻ നൽകും എന്നരുളി ചെയ്തുകൊണ്ട് ജീവിത സഹിയെ നൽകി ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ആദ്യ വിഭാഗം ആശീർവദിക്കുകയും ചെയ്തുവല്ലോ. ആദത്തിന് ഹവ്വായെയും അബ്രഹാത്തിന് സാറയെയും ഇസ്ഹാക്കിന് റബേക്കയെയും ജീവിതസഖിയെയും നൽകി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ ബിൻസിയെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകൾ നീ സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹം എന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ സഭയെ സ്നേഹിച്ചതുപോലെ, സഭയെ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്ത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന പങ്കാളിയുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച വധൂതന്മാരെ കുടുംബങ്ങളുടെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹതിയാകാൻ പോകുന്ന ഞങ്ങളുടെ മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതനാഥനായ ദൈവമേ, നിന്റെ തിരുക്കരം നീട്ടി ഈ മകളെ ആശീർവദിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ മാർ യോസേപ്പെ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്ന് പറഞ്ഞ മറിയമേ, അബ്രഹാത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും അവരുടെ സന്താനങ്ങളെയും അനുഗ്രഹിച്ച ദൈവം മാതിരിയുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് നിന്നെയും അനുഗ്രഹിക്കട്ടെ. സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി, സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി, സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി, സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി, സ്വസ്തി
ത്രിത്വൈക ദൈവമേ സ്വസ്തി. പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ. പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി. വിശ്വൈക്യതാതനെ സ്വസ്തി സ്വസ്തി. ത്രിത്വൈക ദൈവമേ സ്വസ്തി. മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേലിൽ വിത്തു നിറപ്പതും was waiting for so long for a miracle to come. Everyone told me to be strong, hold on and don't shed a tear. Through the darkness and good times, I knew I'd make it through, and the world thought I had it all, but I was waiting for you. Hush, now I see light in the sky. Oh, it's almost blinding me. I can't believe I've been touched by an angel with love. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shatter the walls for a new sun. A new day has come. A new day Where it was dark, now there's light. Where there was pain, now there's joy. Where there was weakness, I found my strength. All in the eyes of a boy. Hush, now I see a light in the sky. Oh,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുടകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ ദരിദ്രം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് നമ്മൾ കാണിക്കുകയും ചെയ്യണ്ടേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. പുനർവസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലനം സർവ്വങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമാകുന്നതിനെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണിയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവളെ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്.
അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും അതേപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു ചേർന്ന് പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വിശുദ്ധേറെ സ്നേഹം നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഇന്നത്തെ ഈ ആത്മീയ ചടങ്ങിൽ മുഖ്യ ആകർഷണമായ ജോബി ബിൻസി എല്ലാവരെയും ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യങ്ങൾ അച്ഛന് നിങ്ങളോട് പറയാനുണ്ട്. ഒരു കാര്യം, ഇവിടെ കൂടിയിരിക്കുന്ന ഈ വധൂവരന്മാരെ ഒഴികെയുള്ള ബാക്കി എല്ലാവരോടും കൂടിയാണ്. അത് കോവിഡുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊന്നുമല്ല. മറിച്ച് നമ്മൾ ഇന്നിവിടെ ഈ ഉദാസിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ഒരു ആത്മീയ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്ന പ്രാർത്ഥനാപൂർവം കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാണ് ജോബിയും ബിൻസി. തീർച്ചയായിട്ടും വ്യത്യസ്തമായ മാതാപിതാക്കള്, വ്യത്യസ്തമായ ഇഷ്ടാനിഷ്ടങ്ങള്, പഠിച്ച സ്കൂള്, എല്ലാ സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്.
വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവർ രണ്ടുപേർക്കും ഉള്ളത്. സ്വഭാവം വ്യത്യാസമാണ്. ഇന്ന് ഒരു വന്നത് പോലും 2 വാഹനങ്ങളിലാണ്. തീർച്ചയായിട്ടും ഇവര് ഒന്നിക്കാൻ പോവുകയാണ്. ഈ വിശുദ്ധ ഉദാശയിലൂടെ ഈ വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് 2 പേരും ഒന്നിക്കാനായിട്ട് പോവുകയാണ്. ഇവരൊരു ശരീരമാകണം, ഒരാത്മാവാകണം. നിസ്സാരമായ കാര്യമല്ലല്ലോ. അതിന് നമുക്കെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കടമയുണ്ട്. നമ്മുടെ പ്രാർത്ഥന സഹായം തീർച്ചയായിട്ടും ഒന്നിച്ചു പോകാൻ, ഒരു ശരീരവും ഒരാത്മാവുമാകുവാൻ ഇവർക്ക് അത് മുതൽക്കൂട്ടായിട്ട് മാറും. വ്യത്യസ്ത വാഹനങ്ങളിലൂടെയാണ് ഇവർ വന്നതെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഇവര് ഈ ദേവാലയത്തിലേക്ക് കടന്നത് ഈ ആനവാതിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കും. ഈശോ പറയും, ഞാനാണ് വാതിൽ. ഈശോ ആകുന്ന വാതിലിലൂടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ഇവര് ഈ വാതിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ മുൻനിർത്തി ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടു എന്നാണ് അതിന്റെ ആത്മീയമായ അർത്ഥം. പ്രസിദ്ധ വചന പ്രഘോഷകനായ ഫുൾട്ടൻ ജഷീൻ വിവാഹത്തെ കുറിച്ച് എഴുതിയ പുസ്തകം 3 to Get Married, വിവാഹിതനായ എന്നുള്ള പുസ്തകത്തില് അദ്ദേഹം പറയും, ഒരു വരനും വധുവും വിവാഹത്തിലേക്ക്, വിവാഹമെന്ന ഉദാശയിലേക്ക് കടക്കുവാനായി ദേവാലയത്തിൽ കടന്നു വരുന്ന 2 പേര്, വരനും വധുവും മാത്രമല്ല 3 പേരുണ്ട്. അതായത് വിസിബിളായിട്ട് വരനുണ്ട്, വധുവുണ്ട്, ഇൻവിസിബിളായ ഒരു ക്യാരക്ടർ അവിടെയുണ്ട്. അത് ക്രിസ്തുവാണ്. അദൃശ്യനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ടാകണം. കാരണം ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ഇവരെ ഒന്നിപ്പിക്കുക. അതാണ് ഇവന്റെ വിവാഹം എന്ന ഉദാശയുടെ കെമിസ്ട്രി. 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയും, ഒറ്റയ്ക്കായിരിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, 30 ചരട് വേഗം പൊട്ടുകയില്ല. ഈ ആലപ്പുഴ സൈഡിലൊക്കെ ഈ കയറുണ്ടാക്കുന്ന സ്ഥലങ്ങളില്, ചേർത്തല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തൊണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ 30 ചരട്, അതായത് 30 ചരടിന്റെ ബലമുണ്ട്, ക്വാളിറ്റി കൂടുതലാണ്, ബലം കൂടുതലാണ്. കാരണം അത് പൊട്ടാൻ പാടാണ്. 15-ാം അധ്യായം 5-ാം വാക്യത്തില് വചനം പഠിപ്പിക്കും. ഈശോ പറയും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ പഠനമോ കഴിവോ സ്വാധീനമോ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളോ ഒക്കെ നല്ലതാണ്, നന്ദി പറയാം ഈ പുതുവർഷത്തിൽ. പക്ഷേ ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈശോയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഈശോയാണല്ലോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതും സംരക്ഷിക്കുന്നതും. തീർച്ചയായിട്ടും ഈ വിവാഹത്തിന്റെ ഇന്നുള്ള തീർച്ചയായിട്ടും ഒത്തിരിയേറെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് നമ്മളെല്ലാം വിവാഹം നടത്തുക. എങ്കിൽ പോലും ഇതിനൊരു കളർഫുള്ളാണ്. വിവാഹം ഉൾപ്പെടെ ഒരു കളറാണ്. ഇവരുടെ വാഹനങ്ങൾ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കയ്യിൽ നല്ല പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നു. എല്ലാം കളർഫുള്ളാണ്. കല്യാണത്തിന് എന്റേതായിട്ടുള്ളൊരു മനോഹാരിതയുണ്ടല്ലോ. എന്നാൽ നമുക്കെല്ലാം അറിയാം, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കറിയാം, ഈ കളറ് എന്നും ഇങ്ങനെ ഈ ഒരു മനോഹാരിതയിൽ നിൽക്കില്ല. തീർച്ചയായിട്ടും ജീവിതമാവൻ തോണി ഇവർ തുഴഞ്ഞു പോകുമ്പം, പച്ചയായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇവർ കടക്കുമ്പം തീർച്ചയായിട്ടും സന്തോഷത്തോടൊപ്പം ദുഃഖവും കടന്നു വരും. ഏറ്റവും വലിയ ഇറക്കവും ഒക്കെ ഉണ്ടാകും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടെ എല്ലാം കടന്നു പോകാം. ഇവിടെ എല്ലാം ഇവർ ചെയ്യേണ്ട കാര്യം ഈ മുന്തിരി ചെടിയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ ജോബിക്കും ബിൻസിക്കും കഴിയണം. അതിനുള്ള ഒരു ആത്മീയത നിങ്ങൾ ആർജിച്ചെടുത്തിരിക്കണം. അതാണ് കൃപ, അതാണ് അനുഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് മുന്തിരിച്ചെടിയെ ശാഖയെ കുറിച്ചാണ്. അവിടെ പറയും 4-ാം വാക്യത്തില്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ക്രിസ്തുവിന് നിങ്ങൾ വസിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങളില് ക്രിസ്തു വസിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക.
എന്ന് പറയുകയാണ്, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ ഇതിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയും. നമ്മള് ജീവിതത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ പല കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ ക്രിസ്തുവിനോട് ചേർന്നിരിക്കേണ്ടതിന്റെ ആവശ്യത പലപ്പോഴും നമുക്ക് മനസ്സിലാക്കി. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ ഈശോ തരുന്ന ഒരു ദൈവ അനുഭവങ്ങളുണ്ടല്ലോ, അതാണ് നമുക്ക് മുതൽക്കൂട്ട്. കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവത്തെ ആശ്രയിക്കുവാനുള്ള മുതൽക്കൂട്ട്. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഓരോ ദിവസവും കൂടുതലുള്ളതാണ് സത്യം. നിങ്ങൾ അതിനായിട്ട് കഴിയട്ടെ. അച്ഛനും ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. തോബിയത്തിന്റെ പുസ്തകത്തില് 10-ാമത്തെ അധ്യായം മനോഹരമായ വിവാഹത്തിന്റെ കോൺടെക്സ്റ്റിൽ നമുക്ക് ആ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. വളരെ ചുരുക്കി പറയാം. അവിടെ വിവാഹം നടക്കാൻ പോവാണ്. അവിടെ സാറായുടെ അപ്പൻ, അതായത് പെണ്ണിന്റെ അപ്പൻ അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുക. തീർച്ചയായിട്ടും ഉപദേശം കൊടുത്ത് പുത്രിയോട് പറയുക. പെണ്ണിന്റെ അപ്പൻ കല്യാണ സമയത്ത് പുത്രിയോട് പറയുകയാണ് 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കുക. പെണ്ണിന്റെ അപ്പൻ വിവാഹ സമയത്ത് സ്വന്തം മോളോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. മനോഹരമായ ഉപദേശം. അന്തസ്സുള്ള അപ്പൻ, സ്നേഹമുള്ള അപ്പൻ, മകള് അനുഗ്രഹമാണെന്ന് ആഗ്രഹിക്കുന്ന അപ്പൻ മോളോട് പറയുവാണ്, മോളെ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം. അവരാണ് ഇനിമേൽ നിന്റെ മാതാപിതാക്കൾ. നിന്നെ പറ്റി നല്ലത് മാത്രം കേൾക്കാൻ ഇരിക്കുന്നവരുടെ നല്ല ഉപദേശം, കൃത്യമായ വചനം. ഇതിൽ നല്ലൊരു വചനം ഒരപ്പന് മോൾ കൊടുക്കാനില്ല വിവാഹത്തിന്റെ സമയത്ത്. ഇനി നിന്റെ വീട് ഇതല്ല, നിന്റെ വീട് നിന്റെ ഭർത്താവിന്റെ വീടാണ്. നിന്റെ വീട് അവിടെ എന്തോ കുറവുണ്ടെങ്കിലും അത് ആ കുറവിനോട് ചേർന്നിരിക്കുക. നിന്റെ വിഷമമുണ്ടെങ്കിൽ നീ വണ്ടി വിളിച്ചോ മെസ്സേജ് ചെയ്യുന്ന പോരാട്ട അവിടെ തന്നെ നിന്റെ വീടല്ല. സന്തോഷത്തോടെ ആയിരിക്കുക. കുറവുകളോ നിറവുകളോ ഒക്കെ നിന്നെ അനുഭവിക്കാനായിട്ട് നീ ഒരുക്കിയതാണ്. അവിടെ ഒരു മാതാപിതാക്കളുണ്ട്. ആ ചെറുപ്പക്കാരനെ കഷ്ടപ്പെട്ട് വളർത്തി അവരാണ് മാതാപിതാക്കൾ. അവരെ സ്നേഹിക്കാനായിട്ട് നീ പരിശീലിക്കുക. ഇത് അമ്മ പറയുകയാണ്, കിട്ടുന്ന ചിലരോട് പറയുകയാണ്, ഇതാ ഞാൻ എന്റെ പുത്രിയെ നിന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ പുത്രിയെ നിന്നെ ഏൽപ്പിക്കുക. ഞാൻ എന്റെ മോളാണ്. പുത്രിയെ ഞാൻ ആഗ്രഹിച്ച് സ്നേഹിച്ച് വളർത്തിയ എന്റെ മോനെ എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ഞാൻ പറയുകയാണ്, നീ അവളെ ദുഃഖിപ്പിക്കരുത്. കാരണം എനിക്കൊരു അഭ്യർത്ഥന നിന്നോടുള്ളൂ, നീ അവളെ വേദനിപ്പിക്കുകയൊന്നും ചെയ്യരുത്, വിഷമിപ്പിക്കരുത്. സ്നേഹമുള്ളവരെ, നല്ല ഉപദേശം. ഈ ഉപദേശം വചനമായതുകൊണ്ട് ഈ വചനം നിങ്ങൾ മാംസം ധരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ആദ്യരാത്രിയാണ്. ബൈബിളില് 73 പുസ്തകങ്ങളുണ്ടല്ലോ. ഈ ആദ്യരാത്രിയെ കുറിച്ച് ബൈബിളിൽ കോപത്തിന്റെ പുസ്തകത്തിലാണ് പറയുക. അവിടെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക. ആദ്യരാത്രിയെ സമയത്ത് 8-ാം അധ്യായം 4-ാം വാക്യത്തില് വചനം ഇങ്ങനെ പറയുന്നത്, മണവറയിൽ അവർ തനിച്ചായിരുന്നു. ഒരു മാത്രമായി തിരക്കെല്ലാം മാറി, ആഘോഷങ്ങളെല്ലാം മാറി, എല്ലാ തരത്തിലുള്ള ഇതെല്ലാം മാറി. അവരുടെ മണവറയിൽ അവർ തനിച്ചായപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവസരം പറയും, തോബിയാസ് സാറായിട്ട് പറഞ്ഞു, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ആദ്യ രാത്രി അവരുടെ ജീവിതവാദത്തിൽ നമ്മൾ പറയുകയാണ്, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ഭർത്താവാണ്, ദൈവവിശ്വാസമുള്ളവരാണ്, ദൈവ ഭയമുള്ളവരാണ്, ദൈവ ആശ്രയമുള്ളവരാണ്, അന്തസ്സുള്ളവൻ. പറയുകയാണ് ഭാര്യയോട്, നമുക്ക് ഇവിടെ ആരുമില്ല. നമ്മള് ഈ ബലിപീഠത്തിലേക്ക് വന്നപ്പോ, ഈ മുതാശ്ശേരിയിൽ കടന്നു വന്നപ്പോ നമ്മള് 3 പേരാണ് വന്നത്. ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രിസ്തു ഉണ്ടായിരുന്നല്ലോ. നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന 8-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അവരാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ലീഡ് ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പലപ്പോഴും പെണ്ണുള്ള പണിയാണ്. പക്ഷെ ഇവിടെ തോബിയസ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അതായത് ജഡികമായ അഭിലാഷത്താലൊന്നുമല്ല, നിഷ്കളങ്കമായ നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഞാൻ ഇവിടെ ഞാൻ സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുവാണ്, അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. കർത്താവേ, അങ്ങയുടെ കരുണ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയുകയാണ്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും ആ സമയത്ത് വിവേകമുള്ള ആ പെണ്ണ് ആ സമയത്ത് കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ട് പറഞ്ഞു, ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനുഗ്രഹമാകാൻ.
തീർച്ചയായിട്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് നടക്കുമ്പോൾ ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹമാകാൻ. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള കുറവുകളില്ലാത്ത മനുഷ്യരാരുമില്ല. പലതരത്തിലുള്ള കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം. ആ കുറവുകളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഇന്നത്തെ ഈ വിലയിൽ പ്രാർത്ഥിക്കുന്നു. ആ കുറവുകളെല്ലാം നിറവുകളായി, അനുഗ്രഹമായി, സന്തോഷമായി ഈ ബലിപീഠത്തിൽ നിന്ന് ദമ്പതികളായി വിവാഹം സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുകയും ദൈവങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ബന്ധുജനങ്ങൾക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ ഗുണമാണ് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായി ജീവിതം നയിക്കുവാൻ ആത്മീയനായ സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിനും പങ്കുവാനാകുവാൻ വിവാഹബന്ധത്തിന് അഭിനേതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂരന്മാരെ അലങ്കരിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായും ജീവിക്കുവാൻ എല്ലാവർക്കും നമ്മയെല്ലാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുനാമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന ഉദാശയായ ബന്ധുക്കരാകാൻ പോകുന്നു. ഉദാസ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. മുകളിലവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ജീവിത സഖീയതയ്ക്ക് ദൈവമേ അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭക്തന്മാർക്കൊരാകുവാൻ അനുഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ ഉദാസ യോഗ്യതയോടെ പരിക്രമേ സർവേശ്വരായി നയിക്കും. സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരിയൻ പ്രയത്നത്തിൽ നിന്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. മരിയൻ ചൂടാറ്റുന്ന മിശിഹായുടെ ദൈവം തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫ് മേച്ചേരിയെ നിന്റെ പദമായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ നടപടിക്ക് സാക്ഷ്യമാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐശ്വര്യത്തോടും ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാനും നമ്മുടെ കർത്താവായ യേശു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ വഴി തിരുസഭയെ പൊതുവായി സ്വീകരിച്ച കർത്താവെ വിശ്വാസത്തിലും സ്നേഹത്തിലും
വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷങ്ങളും സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുഖിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഭാവനത്തിന്റെ അനിശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാര്യമായ കർത്താവെ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കട്ടെ. പൂർണ്ണമായ ആത്മാസമർപ്പണവും കരുത്ത സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വത്തോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊണ്ടാകുന്നത് വിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ ശക്തനായ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങളുടെ അനുഭവിച്ച ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നമാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുകാർ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങളെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലും ഭൗതികമായ സ്വസ്ഥതയിലും അവിടുന്ന് നിങ്ങളെ ചെറിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ ഭാഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
എല്ലാ സൃഷ്ടികളും അലഹമാരും പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും വലിപ്പുകളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും വെണ്മയേറിടും അപ്പമായെൻ്റെ ഉള്ളിൽ വാഴുവാനെന്നേശുനാഥൻ അണയുമീ നേരം. അതിരില്ലാ സ്നേഹത്തിൻ അടയാളമായി, അതിരില്ലാ സ്നേഹത്തിൻ അടയാളമായി തന്മാംസരക്തമെന്നിൽ ചൊരിഞ്ഞിടുന്നു. തൂവെണ്മയേറിടും അപ്പമായെൻ്റെ ഉള്ളിൽ ഈ വീടില്ലാതായ ദൈവത്തിനെ സ്തുതിയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ബുദ്ധിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തിന്റെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി നയിക്കും. നമ്മുടെ അമ്മയാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിൽ നായകനായ പിതാവിന്റെയും മാധ്യസ്ഥരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവശക്തിയുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനെ സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുദാശിയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭ്യർത്ഥി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിട്ടോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ല.
മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ. കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാമഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. ബാല്യകാല പൊയ്കയിൽ നീ ഏതോ നാളിൽ അല്ലിയാമ്പൽ ചെണ്ടുപോലെ താനേ വന്നേ. കാണാൻ കൊതിച്ചേ നിന്നെ ഞാനാ മുഖത്തു ചന്തം. കാലം കടന്നേ മെല്ലെ മോഹം വളർന്നേ പെണ്ണേ. അന്നുമെന്നും നെഞ്ചിനുള്ളിൽ നീയേ മാത്രം. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ. കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാമഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ ലാ 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 ആഹാ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. സഖിയേ സഖിയേ ഒരു നിലാമഴ പോലെ അരികിലണയുകയായി നീ. പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ. മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങൾ